സ്വന്തം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമായിരുന്നു കണ്ണൂർ KMCC റിയാദ് കമ്മിറ്റി സംഘടിപ്പിച്ച PRP എന്ന റാഷിദ് ഗസാലിയുടെ പ്രോഗ്രാം. കഴിഞ്ഞ 9 ആഴ്ചകളിലൂടെ അദ്ദേഹം പകർന്നു നൽകിയ അറിവുകൾ വളരെയധികം വിലപ്പെട്ടതായിരുന്നു. പേഴ്സണൽ രംഗത്തും അതോടൊപ്പം തന്നെ റിലേഷൻഷിപ്പ്, പ്രൊഫഷണൽ രംഗത്ത് നാം അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം നമ്മെ ബോധ്യപ്പെടുത്തി. നാം ആരാണ് എന്ന് അറിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പേഴ്സണൽ രംഗത്തെ ഏറ്റവും വലിയ ഇൻസൈറ്റ് നാം ആരാണ്, എന്താണ് നമ്മുടെ ക്വാളിറ്റി ആൻഡ് എവിടേക്കാണ് നാം നീങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. വ്യക്തിപരമായ കാര്യം, നമ്മെക്കുറിച്ച് അറിയുക, ഈ ലോകത്തിന്റെ സൃഷ്ടാവിനെ അറിയുക, അതോടൊപ്പം തന്നെ ഈ ലോകത്തെയും അറിയുക എന്നിത്യാദി കാര്യങ്ങളിലൂടെ ഒരുപാട് ഇൻസൈറ്റുകൾ നൽകിയ നല്ലൊരു സെഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും വ്യക്തിപരമായ വിജയങ്ങളിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനെ വലിയ തലങ്ങളിലേക്ക് വളർത്തുവാൻ സാധിക്കുകയുള്ളൂ. നാം എത്രമാത്രം വളരുന്നു എന്നുള്ളത്, നമ്മുടെ കോണ്ടെക്സ്റ്റുകൾ എത്രമാത്രം വളർത്താൻ നമുക്ക് സാധിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ വളർച്ചയും. അതോടൊപ്പം തന്നെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരുപാട് അറിവുകൾ ലഭ്യമായി. ബന്ധങ്ങൾ എങ്ങനെയാണ് നാം സ്ഥാപിക്കേണ്ടതും ഓരോരോ ബന്ധത്തിലും കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഘടകങ്ങളെ കുറിച്ചും അദ്ദേഹം നമ്മെ കൃത്യമായി ഓർമ്മപ്പെടുത്തി. റിലേഷൻഷിപ്പിനെ ഫുഡിനോടാണ് അദ്ദേഹം ഉപമിച്ചത്. ഫുഡ്, മെഡിസിൻ ആൻഡ് ഡിസീസ്, 3 ഭാഗങ്ങളായിട്ടാണ് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചത്. പല റിലേഷൻഷിപ്പുകളും ഇന്ന് ഫുഡ് പോലെ കൊണ്ട് നടക്കേണ്ടുന്ന കാര്യങ്ങൾ പലപ്പോഴും ഡിസീസിലേക്കും അതോടൊപ്പം തന്നെ മെഡിസിനിലാണ് നിലകൊള്ളുന്നത് എന്ന ഒരു തിരിച്ചറിവ് ലഭ്യമാക്കാൻ സാധിച്ചു. ഏതൊക്കെ ബന്ധങ്ങളാണ് നാം നമ്മോടൊപ്പം നമ്മുടെ ഫുഡ് പോലെ, ഭക്ഷണം പോലെ നാം കാത്തു സൂക്ഷിക്കേണ്ടത്. നമ്മുടെ ബന്ധങ്ങളെ, ആഴത്തിലുള്ള ബന്ധങ്ങൾ പലപ്പോഴും നാം ഇന്ന് നിലകൊള്ളുന്നത് അവർ മെഡിസിനിലോ അതല്ലെങ്കിൽ ഒഴിവാക്കേണ്ടുന്ന ഘടകമായ ഡിസീസിലോ ആണ് ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് വലിയൊരു ഇൻസൈറ്റ് തന്നെയാണ് നൽകിയത്. അതോടൊപ്പം തന്നെ നമ്മുടെ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള ഒരുപാട് അറിവുകൾ. തീർച്ചയായിട്ടും തന്നെ നമുക്കൊരു ഫിനാൻഷ്യൽ ഗോള് വേണം, ഫിസിക്കൽ ഗോളുകളും അതോടൊപ്പം തന്നെ സോഷ്യൽ ഗോളുകളും സ്പിരിച്വൽ ഗോളുകളും ഫാമിലി ഗോളുകളും നമുക്കുണ്ടായിരിക്കണമെന്നും, ഫിനാൻഷ്യൽ ഗോളുകളിൽ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും വളരെയധികം പ്രധാനപ്പെട്ടതാണെന്നും അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തി. നമ്മുടെ വരുമാനത്തിന്റെ 30 to 50% ആണ് നമ്മുടെ ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും വേണ്ടി ചിലവഴിക്കേണ്ടത്. എന്നാൽ ഒരു 20% കൂടി കൂട്ടി നമുക്ക് 70% നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാമെന്നും അദ്ദേഹം നമ്മെ ബോധിപ്പിച്ചു. കൂടാതെ 30% നിർബന്ധമായി നാം ഇൻവെസ്റ്റ്മെന്റിലേക്കോ സേവിങ്സിലേക്കോ മാറ്റണമെന്നും അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആയ 30% ഒരു എക്സ്പെൻസ് പോലെ കരുതിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പാദ്യങ്ങൾ ഡെവലപ്പ് ചെയ്യുവാൻ സാധ്യമാണെന്ന് ബോധ്യപ്പെടുത്തുകയുണ്ടായി. നല്ല ഇൻസൈറ്റുകൾ ലഭ്യമായ ഒരു സെഷൻ തന്നെയായിരുന്നു. പ്രൊഫഷണൽ രംഗത്ത് നാം കാത്തു സൂക്ഷിക്കേണ്ടുന്ന കാര്യങ്ങൾ, തീർച്ചയായിട്ടും നമുക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഓർഗനൈസേഷനെ വളരെ വലിയ രീതിയിൽ വളർത്തുന്നതിന് വേണ്ടി ഷോർട്ട് ടേം ഗോളുകൾ അല്ല നാം സെറ്റ് ചെയ്യേണ്ടതെന്നും ലോങ് ടേം ഗോളുകളാണ് നാം ഓരോരുത്തരും തന്നെ സെറ്റ് ചെയ്യേണ്ടതെന്നും നമ്മെ പഠിപ്പിച്ചു. തീർച്ചയായിട്ടും അത് വലിയൊരു ഇൻസൈറ്റ് തന്നെയായിരുന്നു. നാം ചെറിയ ചെറിയ കാര്യങ്ങളും വളരെ ചെറിയ ദൃഷ്ടിയില ചെറിയ കാര്യങ്ങളിലേക്കുള്ള കാഴ്ചപ്പാടുകളുമായി വലിയ ആഗ്രഹങ്ങളുമായി മുന്നോട്ടേക്ക് നീങ്ങുമ്പോൾ ഒരിക്കലും തന്നെ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്തുവാൻ സാധ്യമല്ല. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ടേം ഗോൾ വളരെയധികം നിർബന്ധം. എന്നിരുന്നാൽ മാത്രമേ വെർ യു വാണ്ട് ടു ബി, നാം ഓരോരുത്തരും തന്നെ ഫോക്കസ് ചെയ്യപ്പെടാറുള്ളത് ടു ഡു ലിസ്റ്റിലേക്കാണ്. ഇന്ന് എന്തൊക്കെ ചെയ്യണം, അതല്ലെങ്കിൽ നാളെ എന്തൊക്കെ നാം ചെയ്യാണ്ട് അനുണ്ട് എന്നുള്ളതിലേക്കാണ്. പക്ഷേ നാം എപ്പോഴും തന്നെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് വേർ വി വാണ്ട് ടു ബി ആഫ്റ്റർ 3 years, ആഫ്റ്റർ 1 year, ആഫ്റ്റർ 5 years, ആഫ്റ്റർ 10 years. വളരെയധികം പ്രധാനപ്പെട്ടത് തന്നെയാണ്. ആ വേർ യു വാണ്ട് ടു ബി എന്ന ആ ക്വസ്റ്റ്യനിലേക്ക് ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ
പ്രത്യേകിച്ച് കോർ വാല്യൂസിനെ കുറിച്ച് അദ്ദേഹം നമ്മെ ബോധ്യപ്പെടുത്തി, അതോടൊപ്പം തന്നെ നമ്മൾ പഠിപ്പിച്ചത്. നാം ഏറ്റവും ബെസ്റ്റായി മാറുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഡിപ്പെൻഡബിൾ ആയി മാറുകയും കൂടാതെ ഒരു ടീം പ്ലെയർ ആയി മാറുക എന്നും നമ്മെ മനസ്സിലാക്കി തന്നു. കൂടാതെ റെസ്പെക്ട്ഫുൾ ആയിട്ടും പോസിറ്റീവ് തിങ്കറായും ഒരു എത്തിക്കൽ പേഴ്സണായി മാറാൻ നാം ശ്രമിക്കണമെന്നും നമുക്ക് അദ്ദേഹം പറഞ്ഞു തരികയുണ്ടായി. തീർച്ചയായിട്ടും കഴിഞ്ഞ 9 ആഴ്ചയിലെ സെഷനുകൾ വളരെയധികം പ്രധാനപ്പെട്ട് തന്നെയായിരുന്നു. ജീവിതത്തിൽ നാം പകർത്തേണ്ടുന്ന, നാം അറിഞ്ഞിരിക്കേണ്ട, ഒരുപക്ഷെ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കാം, പക്ഷേ അതിനപ്പുറത്ത് നമ്മെ ഒരു തട്ടി ഉണർത്തൽ കൂടിയായിരുന്നു. എന്നെ സ്ട്രൈക്ക് ചെയ്ത ഏറ്റവും വലിയ ഒരു എക്സ്പീരിയൻസ് ഷെയർ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ ഒരു എക്സാമ്പിൾ ആയിരുന്നു. അദ്ദേഹം ഒരു ഹൗസ് വാമിങ്ങിന് പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച്. 75 സെന്റിൽ നിന്നും 70 ലക്ഷത്തോളം രൂപ വില വരുന്ന ഒരു വീടുണ്ടാക്കാൻ സാധിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞ ഒരു എക്സാമ്പിൾ, 75 സ്ഥലത്ത് ഉണ്ടാക്കിയെടുത്ത കൃഷിയിടത്തിൽ നിന്നും ലഭിച്ച വരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ ഈ വീടും എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഞാൻ മുസല്ലയിലേക്ക് കയറുന്നത് പോലെയായിരുന്നു എൻ്റെ കൃഷിയിടത്തിലേക്ക് കയറിയത് എന്ന ആ ഒരു വാക്ക് എന്നെ വളരെയധികം സ്പർശിച്ചൊരു വാക്കായിരുന്നു. തീർച്ചയായിട്ടും നാം നമ്മുടെ ഓഫീസിലേക്കും നമ്മുടെ ഓർഗനൈസേഷനിലേക്കും കടന്നു വരുമ്പോൾ ഏതൊരു തലത്തിലാണ് നാം വരേണ്ടത്, നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അതിന്റെ പ്രവർത്തനങ്ങളെ സെറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടുന്ന ഒരുപാട് ചിന്തകളുണ്ട്. ആ ചിന്തകൾക്ക് തിരികൊളുത്താൻ ഈ ഒരു സെഷൻ വളരെയധികം ഉപകാരപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. 2025 നമ്മുടെ എല്ലാം തന്നെ ജീവിതത്തിലെ ഏറ്റവും നല്ല വർഷമാക്കി മാറ്റുന്നതിന് വേണ്ടി തുടക്കത്തിൽ ലഭ്യമായിട്ടുള്ള ഇത്തരത്തിലൊരു സെഷൻ വളരെയധികം എനർജി നൽകുന്ന ഒരു സെഷൻ തന്നെയായിരുന്നു. താങ്ക് യു റാഷിദ് ഗസാലി സർ. താങ്ക് യു KMCC കമ്മിറ്റി. താങ്ക് യു വെരി മച്ച്.